പ്രകാശ് സാറിൻ്റെ കൂടെ ഒരു സിനിമയിലും ഒരു സീരിയലിലും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ, പത്രം, അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള പ്രസൻസ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സീരിയൽ അഭിനയിച്ചപ്പോഴാണ് കുറച്ചും കൂടി അടുത്ത് സംസാരിക്കാനും ഇതിനൊക്കെയുള്ളൊരു അവസരം കിട്ടിയത്. വാവ എന്നുള്ള സീരിയലാണ്. അത് സൂര്യ ടി വിയിലായിരുന്നു ടെലികാസ്റ്റിംഗ്. അപ്പോൾ ഈ വാവ എന്ന് പറഞ്ഞാൽ അതിലെ നായികയുടെ മുത്തശ്ശനാണ് ജോസ് പ്രകാശ് സാർ. അപ്പോൾ അന്നാണ് കുറച്ചും കൂടി എനിക്ക് അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിക്കാനും, അന്നാണ് ഞാൻ അറിയുന്നത് തന്നെ അദ്ദേഹം ഒരു ഗായകനായിട്ടായിരുന്നു ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴറിയണം. വളരെ അത്ഭുതത്തോടു കൂടിയായിരുന്നു ആ കഥകളൊക്കെ ഞാൻ കേട്ടിരുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുക, ഒരു എലിഗൻറ്റ് പേഴ്സണാലിറ്റി. നമുക്ക് എന്താ പറയുക, അത്രയും ദൂരെ നിന്ന് ബഹുമാനിച്ച് അടുത്തേക്ക് വരാൻ തന്നെ നമുക്കൊരു ആ ഒരു ഗാംഭീര്യം കാരണം ആദ്യമൊന്നും അധികം സംസാരിക്കാൻ പോയില്ല. പക്ഷേ അദ്ദേഹം നമ്മളൊരു തുടക്കക്കാരനാണെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊന്നും ആയിരുന്നില്ല നമ്മളോട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചുകൊണ്ടും ഇരുന്നത്. അതൊരു ആ പഴയ കാലത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗുണമാണ്. ആ ഒരു സംസ്കാരം എന്ന് പറയുന്നാൽ നമ്മളിപ്പോഴത്തെ തലമുറയാണെങ്കിലും കണ്ടുപഠിക്കേണ്ടതാണ്. മറ്റ് എത്ര ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആണെങ്കിലും എത്ര തുടക്കക്കാരാണെങ്കിലും ഒക്കെ ബഹുമാനം നൽകുന്നതാണെങ്കിലും അവരെ എന്താ പറയുക, നന്മ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള ആ ഒരു അഭിനയം.